ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്, സ്കൂൾ തുറക്കുക ഇന്ന്. അപ്പോൾ എല്ലാവരും റെഡി ആവുന്നുണ്ട്. താഴെ സുജിത് സാർ റെഡി ആവുന്നുണ്ട്, ഷാരോൺ സാർ റെഡി ആവുന്നുണ്ട്, ഞാൻ ഓൾറെഡി റെഡിയായി. ഒരു ഈച്ച എൻ്റെ പുറകെ കിടന്ന് കറങ്ങുവാണല്ലോ. അപ്പോൾ നമ്മളിവിടെയാണ്, സ്കന്ദ എന്ന് പറഞ്ഞിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇവിടെ. പക്ഷേ ഞങ്ങളുടെ റൂം ശരിയായിട്ടില്ല. ഞങ്ങൾ ഇന്നലെ ഞാനും ഷാരോൺ സാറും സുജിത് സാറും കൂടെ ഒരു റൂമിലായിരുന്നു. ഒരു റൂമിലെന്നല്ല, ഒരു വീട്ടിൽ ഞാനും ഷാരോൺ സാറും ഒരു റൂമിലും സുജിത് സാറ് വേറെ റൂമിലായിരുന്നു. കുറേ ഇങ്ങനെ വില്ലാസ് പോലെ കുറേ പണിഞ്ഞിട്ടിട്ടുണ്ട്. 1 BHK 2 BHK അങ്ങനെ കുറേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതനുസരിച്ച് ശരിയാക്കി തരും. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങളെല്ലാവരും സ്കൂളിലേക്ക് പോട്ടെ. സുജിത് സാറ് റൂം പോട്ട് ഇറങ്ങുന്നുണ്ട്. ബസ്സിൻ്റെ സൗണ്ട് അവിടെ കേട്ടു. അപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങിയതാ. കൂട്ടിയോ വന്നോ? ഒരു 3 കുഞ്ഞു തണുപ്പ് പിടിച്ച് അല്ല ചൂട് പിടിച്ച് അങ്ങനെ കിടക്കുക. അഹങ്കാരികൾ 3 അവിടെ സുന്ദരികളാ. തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, വണ്ടി റിവേഴ്സിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളപ്പോൾ അങ്ങോട്ട് പോകണമായിരിക്കും കേട്ടോ. ഇന്നത്തെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകല്ലേ. നമ്മളിവിടെ അല്ലല്ലോ. കണ്ട അപ്പോൾ ഈ ടീച്ചേഴ്സ് എല്ലാവരും വരിവരിയായിട്ട് വന്ന് കയറുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണോ ഇനി? നമ്മളെ വിളിക്കാണ്ട് പോയി ഗായ്സ്. എന്നിട്ട് നമുക്ക് വേണ്ടി റിവേഴ്സ് എടുത്ത് വരിക. ഗുഡ് മോർണിംഗ്. ഇതൊരു തൊഴിലായിട്ട് എടുത്താൽ പോലെ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഷാരോൺ സാറല്ലേ, നമ്മുടെ ഷാരോൺ സാർ ഇതേപോലെയാണെന്ന് നോക്കി. എവിടെ പോയി ഷാരോൺ സാറ്? ശരിയാ സാർ, എവിടേക്കോ ഒരു ചെറിയ ചായ ഉണ്ട് കേട്ടോ. ഇത് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ നമ്മുടെ ദീപക് സാറല്ലോ, ദിവാകർ സാർ. ബൈ ബൈ പറയുമോ? ക്ലാസ്സിൽ പോവാ ഷാരോൺ സാറ്. അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. ഇന്ന് കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ലഞ്ച് കഴിക്കാനായിട്ട് വിട്ടു. അപ്പം കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാനും ഷാരോൺ സാറും പുറത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തണലുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. പിന്നെ വ്യാഴം വെള്ളി ശനി ലാസ്റ്റ് പീരീഡ് ഗെയിംസാണ്. അപ്പം കുറേ നേരം ഗ്രൗണ്ടിൽ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ചായയും കടിയുണ്ട്. ഉള്ളിവടയുടെയൊക്കെ ചെറിയൊരു മിനിയേച്ചറും ചായ, ബൂസ്റ്റിട്ട ചായ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ വീണ്ടും സ്കന്ദയിലോട്ടുള്ള എല്ലാവരും കൂടെ ബസ്സിൽ കയറി ഇരിപ്പുണ്ട്. കുറച്ച് നേരം ദിവ്യ മിസ്സിനും മീനു മിസ്സിനും നോക്കിയിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവരെ നോക്കിയിരുന്നതാണെന്ന്. പിന്നെ നമ്മളെല്ലാവരും കൂടെ വീണ്ടും സ്കന്ദയിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ കുറച്ച് ടീച്ചേഴ്സും കുറച്ച് സ്റ്റുഡൻസും ഉണ്ട് സ്കന്ദയിലോട്ടുള്ള. ഇവർ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഇരുന്ന് പോകാം, കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്റ്റുഡൻസൊക്കെ വരും. അപ്പോൾ നമുക്ക് നിന്നായിരിക്കും നമ്മൾ പോകേണ്ടത്. പക്ഷേ നമുക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല. ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം ഉള്ളൂ.
അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എത്തിക്കണം, ഒത്തിരി ദൂരമൊന്നുമില്ല. D9 തൂണൽ എഴുതി വെച്ചൊക്കെ കണ്ടില്ലേ, നേരെ നോക്ക്. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം അംഗം കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്.